ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ മനുഷ്യരും എനിക്ക് വിലപ്പെട്ടവരാണ്. അതിൽ പ്രഥമ സ്ഥാനം എൻ്റെ മാതാപിതാക്കൾക്ക് തന്നെയാണ്. അവരെ നോക്കിയാണ് ഞാൻ കഠിനാധ്വാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാഠങ്ങൾ പഠിച്ചത്. അവരെ നോക്കിയാണ് ഞാൻ ദൈവാശ്രയത്തിൻ്റെ ബാലപാഠങ്ങൾ ഗ്രഹിച്ചത്. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതിൻ്റെ ആനന്ദവും ഞാൻ മനസ്സിലാക്കിയത് അവരിൽ നിന്ന് തന്നെ. എന്നെക്കാൾ കൂടുതലായി ഈ ദിവസത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും എൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി അവരുടെ സന്തോഷങ്ങൾ മാറ്റിവെക്കുകയും ചെയ്ത എൻ്റെ അപ്പനും അമ്മയും, സ്നേഹം നിറഞ്ഞ അപ്പ അമ്മ, നിങ്ങളുടെ ജീവിതത്തിലെ നന്മകളും പരിത്യാഗത്തോടെയുള്ള പ്രാർത്ഥനകളുമാണ് ഇന്നെൻ്റെ കാലുകൾക്ക് മനസ്സിനും ഉറപ്പ് നൽകുന്നത്. ഒന്നെനിക്കുറപ്പാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ തമ്പുരാൻ്റെ മുൻപിൽ മുട്ടുകുത്തി കൈവിരിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഞാൻ ഈ അൾത്താരയിൽ ഇപ്രകാരം നിൽക്കുന്നത്. എത്ര വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചാലും മതിയാവുന്നതിലും അപ്പുറത്താണ് സ്നേഹം നിറഞ്ഞ അപ്പ അമ്മ നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹവും കരുതലും. ഇന്നു മുതൽ അവസാന ബലിയർപ്പിക്കുന്ന ദിവസം വരെയും നിങ്ങൾ എന്നോടൊപ്പം ഈ ബലിപീഠത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പു തരാനേ എനിക്ക് കഴിയൂ. കൃതജ്ഞതാ നിർഭരമായ പ്രാർത്ഥനകളോടെ ഞാൻ പറയട്ടെ, ഒരുപാട് നന്ദി. ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറയുവാനുള്ളത് എൻ്റെ സ്വന്തം ഇടവക ജനത്തോടാണ്. നിങ്ങൾ എനിക്കൊരു അനുഗ്രഹമായിരുന്നു. എൻ്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലുമെല്ലാം നിങ്ങളും പങ്കുചേർന്നിട്ടുണ്ട്. ഈ ദേവാലയത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കുവാൻ പഠിച്ചത്, പരിശുദ്ധ കുർബാന സ്വീകരിച്ചത്, സൗഹൃദം പങ്കിട്ടത്. എനിക്ക് ദൈവവിളി ലഭിച്ചതും ഈ ദേവാലയത്തിൽ നിന്നാണ്. ഈ ആലയത്തെയും ഇവിടുത്തെ ജനത്തെയും മറന്നുകൊണ്ട് നന്ദിയുടെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുന്നതല്ല. ഇടവകയിലെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങൾ വെച്ച് വിളമ്പി തന്ന ഭക്ഷണമാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന സ്നേഹമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഇടവകയിലെ സഹോദരങ്ങളായ പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, നിങ്ങളുടെ കരുതലും സ്നേഹവും വിലമതിക്കാനാവാത്തതാണ്. എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും, എൻ്റെ എല്ലാ മാതാപിതാക്കൾക്കും, ഇടവകയിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാവർക്കും എല്ലാത്തിനും ഒത്തിരി നന്ദി അർപ്പിക്കുന്നു. നന്ദി പറയുവാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഒത്തിരിയേറെ പേര് എൻ്റെ ഈ പ്രഥമ ദിവ്യബലിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെയും തമ്പുരാൻ്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഏറെ ആഗ്രഹിച്ച പൗരോഹിത്യ ജീവിതം ഇന്നിവിടെ ആരംഭിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ തുടർന്നും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ.